ഇന്ന് നമുക്ക് അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാം കേട്ടോ. ഒറിജിനൽ മാങ്ങാക്കറി കഴിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഏഴയിലത്ത് പോലെ എത്തില്ല, എങ്കിലും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ആദ്യം മാങ്ങ നീളത്തിലരിഞ്ഞ് അതിനകത്തേക്ക് ഉപ്പും മഞ്ഞളും പുരട്ടി മാറ്റി വെച്ചേക്കണം. അതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, സവാള, ഉള്ളി എല്ലാം അരിഞ്ഞ് അതിനകത്തേക്ക് ഉപ്പും വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള വാടുന്ന വരെ മിക്സ് ചെയ്യണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട. പിന്നെ അതിനകത്തേക്ക് ഒന്നാം പാലിൻ്റെ ഒരു പകുതി ഒഴിച്ചിട്ട് ഒരു കുറുകുന്ന വരെ കുറുക്കിയെടുക്കുക. അതിനുശേഷം രണ്ടാം പാൽ ഒഴിച്ച് മാങ്ങ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അത് തിളപ്പിച്ച് ഒരുവിധം കുറുകി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒന്നാം പാൽ ഒഴിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം വറുത്തിടുക. വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞ് വറ്റൽമുളകും ചേർത്ത് വേപ്പിലയും ചേർത്ത് വറുത്തിടുക. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റാണ്.